ഇത് പോലോ ആരാടാ പെനാൽറ്റി അടിക്കുന്ന? ഉള്ള ആൾക്കാരെ വെച്ചാൽ കളിക്കുമല്ലേ? അതാണ് ചേട്ടാ. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ വെള്ളത്തിൻ്റെയും വള്ളങ്ങളുടെയും കുട്ടനാടിൻ്റെ നെൽപ്പാടങ്ങളുടെയും ഒരു മനോഹരമായ കാഴ്ചയല്ലേ. ഇന്ന് നമ്മൾ പോകുന്നത് അതുപോലുള്ള മനോഹരമായ കാഴ്ചകളുള്ള ആലപ്പുഴയിലെ നാലുചിറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. വൈകുന്നേരത്തെ ഗ്രാമക്കാഴ്ചകളും കണ്ട് പിന്നെ അതുവഴി പോകുന്ന വഴി ആരെങ്കിലുമൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതും കൂടി കണ്ട് പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മീൻ വളർത്തുന്നൊരു ഫാമുണ്ട്, അതുകൂടി കാണുക എന്നുള്ള ലക്ഷ്യമൊക്കെയാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ രണ്ടുപേരൊന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കുറേ നേരമായി ചൂണ്ട ഇട്ടിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അന്തരീക്ഷം ഒരു വല്ലാതിരിക്കുന്ന അന്തരീക്ഷമാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. നിരന്തരമായ ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് ശേഷം പണിയെടുപ്പിച്ചൊരു പാലമാണ് ഈ നാലുചിറ പാലം. നമുക്കത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവനായിട്ടും കാണാം ഈ പാലം. ഈ പിള്ളേരെ കണ്ട ഇവന്മാർ ഞങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഇവന്മാർ ആ പാലത്തിൻ്റെ പുറത്ത് അങ്ങനെ അതിനകത്ത് പുറത്തു നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന വഴി പന്ത് താഴെ പോയി. പിന്നെ പന്തെടുക്കാനായിട്ട് ഒരു പയ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ ആ വള്ളത്തിൽ കയറിയിട്ട് അവിടെ കെട്ടിയിട്ടിരുന്ന വള്ളത്തിൽ കയറിയിട്ട് നേരെ പന്ത് അങ്ങോട്ട് പോയി വള്ളം തുഴഞ്ഞ് അവിടെ പോയി പന്ത് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട്. മഴ എന്തായാലും കാര്യമായിട്ട് പെയ്യാത്തതുകൊണ്ട് അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും കുറേ നേരമായിട്ട് അവർക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് മനസ്സിലായി മീൻ കിട്ടാൻ സാധ്യതയില്ല. അവരും പിന്നെ മീൻ പിടുത്തം നിർത്താൻ ഉള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് തിരിച്ച് അവിടെ നടന്നു പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ മീൻ ഫാം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. നേരെ ചായക്കടയിലേക്ക് പോയി. ദേ ഇരിക്കുന്ന 100 കണ്ടോ. ഇപ്പം നമ്മുടെ ട്രാവൽ മൊത്തം ഈ 100-ലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ 100 എടുത്തിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം തെറ്റില്ലാത്തൊരു വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ അധികം സമയം കളയേണ്ടതെന്ന് വെച്ചാൽ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫാമൊന്നും കണ്ടിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടു. നമ്മൾ നേരത്തെ കണ്ടൊരു പാലമില്ലേ, ചെറിയ സിമെൻറ്റ് പാലം, അത് കയറി നേരെ പോയാൽ മതി നമ്മുടെ ഫാമിലിക്ക് പോകാൻ. പക്ഷെ ഒന്ന് വഴി തെറ്റിപ്പോയി. ഞങ്ങൾ നേരെ പാലം ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റിൽ കുറച്ച് ദൂരം പോയി. പോയുന്ന വഴി എടുത്ത വീഡിയോ ആണ് ഈ നമ്മുടെ പൂക്കളുടെയൊക്കെ വീഡിയോ, സൈഡിലുള്ള വഴിയിലുള്ള ചെമ്പരത്തുമ്പിൻ്റെയൊക്കെ വീഡിയോ ഇല്ലേ അത്. പിന്നെ വഴി തെറ്റിപ്പോയെങ്കിലും പിന്നെ ആ വഴി തന്നെ പോയിട്ട് പിന്നെ അപ്പുറത്തൊരു തോടൊക്കെ ചാടിക്കളന്നാണ് പോയത്. ഇത് കഴിഞ്ഞ 2 മാസം കുറച്ച് പിടിച്ചായിരുന്നു. അടുത്ത മാസം അപ്പുറത്ത് പിടിക്കോ? ഇത് നിന്റെ തന്നെയാണോ? നമ്മുടെ കോട്ടപ്പള്ളിയുണ്ട്. കോട്ടപ്പള്ളി ഫ്ലാറ്റില്ലേ, ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് ആണെന്നില്ലേ അവിടെ, അത് നമ്മുടെ അത് തന്നെ. ഇത് മൊത്തം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ റൗണ്ട്. കരയിൽ വരണമെങ്കിൽ വന്നിരുന്നെങ്കിൽ എടുക്കായിരുന്നു. അതുമല്ലല്ലോ അവിടോട്ട് പോയെങ്കിൽ. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണോ നിങ്ങൾ ഇടുന്നത്? ഫസ്റ്റ് ടൈം ഇട്ട് പിടിച്ചോണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പായിട്ട് പിടിക്കുന്നല്ലേ?
അപ്പൊ ഓടിച്ചിട്ട് എണ്ണ ഇല്ല. എണ്ണ അടിച്ചോണ്ട് പോയാ അല്ല ഇത് ഇവരുടെ സ്വന്തമാണോ? ഇതിപ്പോ ഇട്ടിട്ട് എത്ര മാസമാണോ? 10 മാസമായി. അതേലോട്ട് കയറിയുന്നു, അത് ആടലോട്ട് കയറിയുന്നു. അപ്പൊ കമ്പനിക്ക് വേണ്ടോ ഫസ്റ്റ് भाई तो बोलो। ഫാമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് പിന്നെ ഇവന്മാരുടെ ഈ കളി കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം കളിയെല്ലാം കണ്ടു. കളി കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് പോവുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തി അവിടുന്ന് വിട്ടു. അടിക്കടാ. ആരാടാ പെനാൽറ്റി അടിക്കുന്ന? അടിപൊളി. മെസ്സിയും റൊണാൾഡോ എല്ലാരും ഉണ്ട് ഇവിടെ കേട്ടാ. ഒരാളെയും വെറുതെ ഇട്ടിട്ടില്ല. മെസ്സിയും റൊണാൾഡോവും അൽവാരസും. ഓ ഈ വഴി പോയാലേ രക്ഷയുള്ളൂ.